അപ്പൊ താൻ ചത്തില്ല അല്ലേ? ഞാൻ ചത്ത് മണ്ണടിഞ്ഞു എന്നുള്ളത് തന്റെ വെറും കണക്കൂട്ടൽ മാത്രമായിരുന്നു രാഘവ. തന്റെ ആ കണക്കൂട്ടലുകൾ ഒന്നിനു പിറകെ ഒന്നായി തെറ്റാനിരിക്കുക. ഞങ്ങള് പഴയ കൊളീഗ്സാ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ഒരു ട്രയലായത്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി വേഴ്സസ് അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ നായർ അല്ലേ? അപ്പോ താനെന്റെ മുഴുവൻ പേരും മറന്നിട്ടില്ല? പേരും മറന്നിട്ടില്ല, ആ പേരിന് ബാർ അസോസിയേഷൻ കൽപ്പിച്ചു നൽകിയ വിലക്കും മറന്നിട്ടില്ല. ഓ, അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, താൻ ആ പഴയതൊക്കെ മറന്നുപോയിട്ട് തന്നെയാണോ ഈ കോടതി മുറ്റത്ത് വീണ്ടും കാലുകുത്തിയത്? അതോ ഇനിയിപ്പോ കറങ്ങിത്തിരിഞ്ഞ് വഴിമാറി വന്ന് കേറിയതാണോ? സോറി, കോടതി കയറാൻ ബാർ അസോസിയേഷൻ വിലക്കിയത് ശിവരാമകൃഷ്ണൻ നായർ എന്ന വക്കീലിനെ. ശിവരാമകൃഷ്ണൻ നായർ എന്ന വ്യക്തിയെയല്ല. ആർട്ടിക്കിൾ 19(1)D എന്താണെന്ന് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ ഞാനിനി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം. കൊള്ളാം കൊള്ളാം. ആ പഴയ തീപ്പൊരി ഇപ്പോഴും തന്റെ ഉള്ളിന്റെ ഉള്ളിലിങ്ങനെ കെടാത്ത കിടപ്പുണ്ടല്ലേ? നോട്ട് ബാഡ്. അതൊരു കനലായി ഈ നെഞ്ചിലെരിയുന്നത് കൊണ്ടാണല്ലോ വർഷങ്ങൾക്കിപ്പുറം തന്റെ പതനം നേരിട്ട് കാണാൻ ഈ കോടതി മുറ്റത്ത് നേരിട്ടെത്തിയത്. എന്റെ പതനോ? വാട്ട് യു മീൻ? ജീവിതത്തിൽ ഇന്നേ വരെ തോൽവി എന്താണെന്നറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുണ്ണി തോൽവിയുടെ കയ്പ് എന്താണെന്ന് അറിയാൻ പോകുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ തോൽവി തന്റെ പതനത്തിന്റെ തുടക്കം. അത് കാണാനാ ഞാനിവിടെ വന്നത്. താനെന്താടോ ഉറക്കപ്പായത് നേരിട്ട് എഴുന്നേറ്റ് പോന്നാണോ? അതോ ഇനി സ്വപ്നം കണ്ട് ഇപ്പോഴിങ്ങനെ ഉറക്കത്തിൽ നിൽക്കുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സ്വപ്നമല്ല രാഘവനുണ്ണി വക്കീലെ.